നമ്മുടെ ഈ IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട ചെടികളെ കുറേ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ക്രിട്ടിക്കലി ഏത് ഇല്ലാതായി പോയത് ഒരെണ്ണം കണ്ടെത്തിയത്. അങ്ങനെ വരുന്ന ഒരു ചെടിയാണ് ഇപ്പം നമ്മുടെ ആയിരവല്ലി കാവി കണ്ടെത്തിയ കാവിലിപ്പ എന്ന് പറയുന്ന ചെടി. ആ കാവിലിപ്പ ഇപ്പോൾ അതിൻ്റെ ചെറിയ തൈകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൈ ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ പേരാണ് കുളവ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് സമീപമുള്ള പുല്ലുകുളങ്ങര എന്ന സ്ഥലത്താണ്. ജൈവ വൈവിധ്യമാർന്ന ഉദ്യാനം കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം. ഈ ഒരു ആയുർവേദ സസ്യങ്ങൾ ക്രമീകരിച്ചെടുക്കാൻ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ യഥാർത്ഥ സസ്യത്തിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ചോളം പറ്റത്തില്ല. ഞാൻ ബോട്ടണി ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ അതിന് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ലോകം സാങ്കേതികമായി പുരോഗമിക്കുമ്പോഴും ആധുനിക ജീവിത ശൈലീ രോഗങ്ങൾക്ക് പ്രകൃതിതത്വവും സമഗ്രവുമായ പരിഹാരം നൽകുന്നതിലൂടെ ആയുർവേദത്തിന് ലോകമെമ്പാടും പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണിപ്പോൾ. ഇതാണ് സിംസിമ വൃക്ഷം. ഇതിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ പുരാണത്തിൽ പറയുന്ന രാവണൻ സീതയെ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. ഈ ആയുർവേദ സസ്യങ്ങളെ പരിരക്ഷിക്കാനുള്ള വെല്ലുവിളികളും ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. ഏപ്രിൽ മാസത്തിന്റെ തീക്ഷ്ണമായ ചൂടിലും ഈ വനം നമുക്ക് കുളിർമ നൽകുന്നു. ഇവിടെ വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. എഡ്മണ്ടനസ്.